ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിക്കും വാങ്ങുന്നത് ആ പ്രോഡക്റ്റ് ആണോ EMI ആണോ? ഈ ഒരു ടോപ്പിക്ക് ഇപ്പോഴത്തെ കാലത്ത് വളരെ വളരെ റെലവൻ്റ് ആണ്. നമ്മൾ വാങ്ങുന്നത് ഏതൊരു പ്രോഡക്റ്റ് ആണ് എങ്കിലും നമുക്കിപ്പോൾ കടയിലും ഓൺലൈൻ വെബ്സൈറ്റുകളിലും ഫ്രീ ആയിട്ടുള്ള EMI ലഭിക്കും. ഫോൺ, TV, ഔട്ട്ഫിറ്റ്, വെക്കേഷൻ എല്ലാത്തിനും നമുക്കിപ്പോൾ EMI അവൈലബിൾ ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ട്രൂത്ത് എന്താണെന്ന് വെച്ചാൽ ഈ പല കമ്പനികളും ഈ പ്രോഡക്റ്റ് നമുക്ക് വിൽക്കുമ്പോൾ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ പണം അവർ ഈ EMI വെച്ചാണ് ഉണ്ടാക്കുന്നത്. പണം കടമെടുക്കുന്നതോ ഈ ഡെറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമോ മൊത്തത്തിൽ മോശമാണ് എന്നല്ല ഞാനിവിടെ പറഞ്ഞു വരുന്നത്. ഈ ഡെറ്റ് അതല്ലെങ്കിൽ കടമെടുക്കുന്നത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലാക്കി മാറ്റുന്നത് വളരെ വളരെ ഡേഞ്ചറസ് ആണ്. ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പല റീലുകളും ഞാൻ മുന്നോട്ട് ചെയ്യുന്നുമുണ്ട്. ബൈ നൗ പേ ലേറ്ററും ഈസി EMIയും നോ ഇൻട്രസ്റ്റ് EMIയും ഇതെല്ലാം നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതല്ല. നമ്മുടെ കയ്യിലില്ലാത്ത പണം സ്പെൻഡ് ചെയ്യുന്ന ശീലം നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുത്ത സിസ്റ്റമാണ് എന്ന് മനസ്സിലാക്കുക. ആ തരത്തിൽ നമ്മുടെ സ്പെൻഡിങ് ഹാബിറ്റിനെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സ്ലോ പോയിസൺ ആണ് ഈ പറയുന്ന എല്ലാ സിസ്റ്റവും. അതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു സ്ലോ പോയിസൺ നമ്മുടെ ഉള്ളിലേക്ക് കുത്തിവെക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇത് തുടങ്ങിയ കാലത്ത് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി ആയിരിക്കാം, പക്ഷേ ഇന്ന് അതല്ല അവസ്ഥ. നമ്മളെല്ലാവരും ഇൻഫോംഡ് ആയിട്ട് പ്ലാൻ ചെയ്തെടുക്കുന്ന എല്ലാ ഡെറ്റുകളും ഓക്കെയാണ്. അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം, പക്ഷേ അങ്ങനെ എടുക്കുന്ന ഡെറ്റുകൾ മിക്കപ്പോഴും ഓക്കെയാണ്. പക്ഷേ മേളിൽ പറഞ്ഞ ഫീച്ചേഴ്സ് തരുന്നത് കൊണ്ട് ഈ സാധനം വാങ്ങിച്ചേക്കാം എന്നുള്ള തരത്തിലേക്ക് പോലും നമ്മളെ ചിന്തിക്കാൻ തള്ളിവിടുന്നതാണ് ഇപ്പോഴത്തെ EMIയും ഞാൻ മേളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ EMIയും പേ ലേറ്ററും ഇൻട്രസ്റ്റ് ഫ്രീ EMIയും ഇതെല്ലാം നമ്മുടെ ലൈഫിൽ ഒരു ലൈഫ് സ്റ്റൈലാക്കി മാറ്റുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് എന്ന് തിരിച്ചറിയുക.